ഹായ് ഓൾ അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പപ്പായ വെച്ചിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു തോരന് കഴിക്കുന്ന സമയത്ത് ഇത് പപ്പായ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞറിയിക്കുക വേണ്ടി വരും. കാരണം നമ്മൾ കേബേജ് തോരൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ ഒരു തോരന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു പപ്പായയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ കുരൊക്കെ ഒഴിവാക്കിയിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്കിതുപോലെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ എത്ര ആവശ്യമുള്ള തോരന് വെച്ചാൽ അത്രക്ക് അളവിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു പപ്പായയുടെ ഒരു പകുതി പീസ് തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു 3 പപ്പായ കൊണ്ടാണ് ഇത്രയും ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പമുള്ള സവാള മതി. ഒരു പപ്പായയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ 5 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. 5 പേർക്ക് കഴിക്കാൻ ഉള്ള തോരനുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് 5 പേർക്ക് നല്ല ഈസി ആയിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തേങ്ങ. 1/2 കപ്പ് തേങ്ങ ചിരവി ഇതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും തേങ്ങയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെക്കാം. അത് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലോട്ട് കടുക് പൊട്ടുന്ന സമയത്ത് ഇതിലോട്ട് കറിവേപ്പിലയും അതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് പപ്പായ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. ഈ ഒരു തോരന് കേബേജ് തോരൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഏകദേശം ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് കണ്ടാലും കേബേജ് തോരൻ തന്നെ, കഴിച്ചാലും കേബേജ് തോരൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് കുഴച്ചിട്ട് ചോറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പപ്പായ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഈ ഒരു റെസിപ്പി നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.